ഇദ്ദേഹത്തിനെതിരെ പരാതികൾ ഇത് മാത്രമല്ല സംഭവം എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. നാട്ടിലെ പ്രമാണിയായി പോയില്ലേ? ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. നോർത്ത് പാലത്തിനു താഴെ തണലിൽ ഇരിക്കുമ്പോൾ അവിടെ എത്തിയ SHO ക്രൂരമായി മർദ്ദിച്ചെന്നാണ് റിനീഷ് പറയുന്നത്. ഈ ബംഗ്ലാവിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. കാക്കനാട് വീടുള്ളവൻ എറണാകുളത്ത് പാലത്തിന്റെ താഴെ വന്നിരിക്കണം എന്തിനാന്ന് ചോദിച്ചു. പറഞ്ഞു എനിക്ക് ഇവിടെ ഇരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു പറഞ്ഞു. നിന്റെ പോക്കറ്റിൽ എന്തൊക്കെയുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഹെഡ്സെറ്റ് മാത്രമുള്ള സാറേ എന്ന് പറഞ്ഞിട്ട് അത് എടുക്കണ സമയത്ത് ലാത്തി വെച്ചൊരു ഒറ്റ അടിച്ച്. നാട്ടുകാർ കേട്ടാ കാർക്കിച്ചു തുപ്പൂല്ല. മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? അന്തസ്. അത് നിങ്ങൾക്കില്ല. അപ്പൊ ഞാൻ സാറിന്റെ മുഖത്ത് നോക്കിയിട്ട് നമുക്കൊരു നിസ്സഹായാവസ്ഥ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു എന്തിനാ സാറേ എന്നെ തല്ലിയത്, ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ഒറ്റ അടി മുഖത്തിട്ട് അടിച്ചു വിട്ടിട്ട്. വലിയ വിദ്യാഭ്യാസമുള്ളവരും നല്ല കുടുംബത്തിൽ പറഞ്ഞവരും മുതലാളിമാർക്ക് ഇഷ്ടമല്ല. ഇതാരിവനെ കൊണ്ട് ചെയ്യിച്ചു. മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഇത്തിരി മനുഷ്യത്വം കാണിക്കണം സാർ. മനുഷ്യത്വമാണ് ഞാനിപ്പോ കാണിക്കുന്നത്. തെറ്റ് ചെയ്തവരെ ഇവരെ കണ്ണടച്ച് വിടുകയും അതുപോലെ തന്നെ ഒന്നും ചെയ്യാത്ത ആൾക്കാരുടെ മേലെ കുതിര കയറുകയും ചെയ്യുന്ന ഈ പരിപാടി നടക്കൂല. ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും. വലിയ ഗോത്താഴത്തെ ഡിസൈനർമാര്. മനസാക്ഷിയുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞ മനസ്സിലാവൂ. ഇല്ലടി, എന്റെ മനസ്സിന്റെ സ്ഥാനത്ത് മയിൽക്കുറ്റിയാ ഞാനതൊക്കെ സഹിച്ചു. മർദ്ദിച്ചെന്ന ആരോപണം പോലീസ് നിഷേധിച്ചു. സംശയകരമായ സാഹചര്യത്തിൽ കണ്ടതിനെ തുടർന്നാണ് റെനീഷിനെ കസ്റ്റഡിയിലെടുത്തതെന്നും കാര്യമായി ഒന്നും കണ്ടെത്താത്തതിനാൽ വിട്ടയച്ചെന്നുമാണ് പോലീസ് വിശദീകരണം. അല്ലേലും ജാത്യാലെടുത്ത് തൂത്താ പോകൂലടാ. അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം.